നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബീഫ് റെസിപ്പിയുമായിട്ടാണ്. നമുക്കറിയാം ബീഫ് ഇഷ്ടമില്ലാത്ത മലയാളികൾ വളരെ കുറവാണല്ലേ. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് ഫ്രൈ ആണ്. അപ്പൊ എങ്ങനെയാണ് ബീഫ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ് പീസായിട്ട് കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇത് ബോൺലെസ് ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, എല്ലില്ലാത്ത രീതിയിൽ. അത് എല്ലോട് കൂടി എടുത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കുറച്ചും കൂടി കൂടുകയുള്ളൂ എല്ലുണ്ടെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതിൽ നമുക്ക് കുറച്ച് മസാലാസ് ഒക്കെ ചേർത്ത് കൊടുക്കണം, അതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അതിന് ഞാനിവിടെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നല്ല മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ച് നിങ്ങൾ അളവ് മാറ്റിക്കൊള്ളണം. പിന്നെ മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർക്കണം. അപ്പൊ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ വെച്ച് ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 മുതൽ അരമണിക്കൂർ വരെ ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ വളരെ നല്ലതായിരിക്കും. എന്നിട്ട് കുക്ക് ചെയ്യുമ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പൊ ഇതൊരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്കറിലേക്ക് മാറ്റാം. ഞാൻ കുക്കറിലിട്ടാണ് ഇതിനെ ആദ്യം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കുക്കറിലേക്ക് മാറ്റിയതിനു ശേഷം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കണം. അപ്പൊ വെള്ളം ഒരുപാട് ചേർക്കണ്ട, ഈ ബീഫിൽ തന്നെ ഇതിന്റെ വാട്ടർ കണ്ടന്റ് ഉള്ളതാണ്. അപ്പൊ കുക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വരും. എന്നാലും അതിന്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് വെള്ളം ചേർത്തു എന്ന് തന്നെ പറയാം, അത്രേ ചേർത്തിട്ടുള്ളൂ, വളരെ കുറച്ച് ചേർക്കുക. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ ബീഫ് കുക്കായിരിപ്പുണ്ട്. ഇത് 6 വിസിലാണ് ഇപ്പൊ അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ പ്രഷറൊക്കെ മാറിയതിനു ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഓരോരുത്തർക്ക് കിട്ടുന്ന ബീഫ് അനുസരിച്ചും അവരുടെ കയ്യിലിരിക്കുന്ന കുക്കറിന്റെ പ്രഷർ അനുസരിച്ചും ഇതിന്റെ കുക്കിംഗ് ടൈം വേരിയേഷൻ വരും. അപ്പോൾ അത് ഓരോരുത്തർക്കും ചിലപ്പോൾ ഇത് 6 വിസിലെന്നുള്ളത് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് 5 മിനിറ്റ് തുറന്ന് വെച്ചും കൂടി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഈ എക്സ്ട്രാ വന്നേക്കുന്ന വെള്ളമൊക്കെ ഒന്നങ്ങ് വറ്റിപ്പോവും. ഇത്രയും വെള്ളത്തിന്റെ ആവശ്യമില്ല, ഫ്രൈ ആണ്. അപ്പൊ അത് നമുക്കങ്ങ് വറ്റിച്ചെടുക്കാം. ഇത് കുക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട്. 5 മിനിറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഇതുപോലെ വാട്ടർ കണ്ടന്റ് എല്ലാം മാറിക്കിട്ടും. ഇനി നമുക്ക് അതിനെ മാറ്റി വെച്ചിട്ട് ആ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വേറൊരു അടികട്ടിയുള്ള ഒരു കടായി എടുത്ത് വെക്കാം, ഇതിനെ ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. എന്നിട്ട് ഈ ഒരു കടായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 2.5 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ കണക്കാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഇപ്പൊ 2.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഓയിൽ ചൂടാവട്ടെ. അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, ഇനി ഇത് ചുവന്നുള്ളി കുറച്ചെടുക്കണം, ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങ ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാനിവിടെ വീണ്ടും വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളി ഒരു 10-12 എണ്ണമാണ് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തേങ്ങാക്കൊത്തും വളരെ നൈസായിട്ട് തന്നെ കട്ട് ചെയ്യണം, കട്ടി കൂടി പോകരുത്. അപ്പോൾ അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നത്. ആദ്യം ഈ തേങ്ങാക്കൊത്തിനെ നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാം. അപ്പൊ അതൊന്ന് വറുത്ത് കോരി എടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ തേങ്ങാക്കൊത്ത് ഇനി നമ്മൾ ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അതങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതിനൊന്ന് വറുത്ത് കോരാം. അപ്പൊ നമ്മുടെ തേങ്ങാക്കൊത്ത് ഓൾമോസ്റ്റ് അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് കോരി അങ്ങ് മാറ്റിയേക്കാം. ഇത് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനെ അങ്ങ് കോരി മാറ്റാം. ഇപ്പൊ ഞാൻ ഇവിടെ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ചൂട് ഓയിലിലേക്ക് തന്നെ നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ ഒരു പച്ച മണമൊക്കെ മാറി ഒന്ന് വഴണ്ട് കളർ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പൊ ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് വെളുത്തുള്ളിയുടെ. ഈ ഒരു ടൈമിൽ നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം.
ഇപ്പൊ ഈ ചുവന്നുള്ളി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നത് അതൊരു ട്രാൻസ്പാരന്റ് ആയി അങ്ങ് വാടി വരുന്നത് വരെ ചെയ്താൽ മതി. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വഴറ്റിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആ ബീഫ് ഇങ്ങനെ ഇതുപോലെ എപ്പോഴും വറ്റിച്ചിട്ട് വേണം ചേർക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ഇട്ട് വറ്റിക്കുമ്പോൾ അത് വീണ്ടും ആ ഉള്ളിയൊക്കെ ഒരുപാട് അങ്ങ് വഴണ്ട് വെന്ത് കുഴഞ്ഞു പോകും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഇത് നമ്മൾ എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യണം. ആ ഉള്ളിയും വെളുത്തുള്ളിയായിട്ട് ഈ ബീഫ് ഒന്ന് നന്നായിട്ടൊന്ന് സോർട്ടായി വരണം. ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് സോർട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലാസ് ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബീഫ് ഫ്രൈക്ക്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ സോർട്ട് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ സോർട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓയിൽ കുറച്ച് കുറവെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ സോർട്ട് ചെയ്യാം. ഇപ്പം ഇത് കളറൊക്കെ കുറച്ച് മാറി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് കളർ ഡിഫറൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അതിങ്ങനെ കളർ മാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇതുപോലെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബീഫ് ഫ്രൈ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയും ബ്ലാക്ക് കളർ വേണമെന്നുള്ളവർ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണം മാറ്റാൻ. ഇപ്പം നല്ല രീതിയിൽ എരിവൊക്കെ ആവശ്യമുള്ളവർ ഇതിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി വീണ്ടും കുറേശ്ശെ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയും ബ്ലാക്ക് കളർ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ സെർവ് ചെയ്യുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ അടച്ചു വെച്ചിട്ട് പിന്നീട് സെർവ് ചെയ്യുകയാണെങ്കിൽ ഇരുന്ന് തന്നെ ഇതിൻ്റെ കളറ് ബ്ലാക്ക് കളർ ആവുന്നതാണ്. ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് ഫ്രൈ റെസിപ്പി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഷെയർ ചെയ്താൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലായിട്ട് ഒരു ബെൽ ബട്ടൺ ഉണ്ട്. അതുകൂടി പ്രസ് ചെയ്യുക. ഓൾ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.